ഹലോ, എല്ലാവർക്കും എഞ്ചിനീയറിംഗ് PSCന്റെ പുതിയ ക്ലാസ്സിലോട്ട് വെൽക്കം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് പഠിപ്പിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ AC സർക്യൂട്ട്സ് ആണ്. AC സർക്യൂട്ട്സും പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡൊമസ്റ്റിക് വയറിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ എർത്തിങ് സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രിലിമിനറി ആയിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ AC സർക്യൂട്ട്സ് ആണ്. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് അങ്ങനെയുള്ള ഓരോ ടെർമിനോളജീസും അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ PSC എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ബേസിക്സ് തൊട്ട് പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് അത്രയും ഈസി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് AC, എന്താണ് DC, അത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് AC-യിൽ നടക്കുന്ന ഫിനോമിനൻസ്, DC-യിൽ എങ്ങനെയാണ് ഫിനോമിനൻസ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. പിന്നെ AC ഫേസർ ഡയഗ്രാംസ് വരുന്നുണ്ട്, അത് നമുക്ക് പഠിക്കണം. അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. AC ടൈപ്പ് സർക്യൂട്ട്സ് ഉണ്ട്, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഉണ്ട്, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉണ്ട്, പിന്നെ അതിന്റെ എല്ലാം കോമ്പിനേഷൻ വരുന്ന സർക്യൂട്ട് RLC, RC, LC അങ്ങനെയുള്ള സർക്യൂട്ട്സ് എല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് AC സർക്യൂട്ട്, എന്താണ് DC സർക്യൂട്ട്, ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്, പിന്നെ അതെങ്ങനെയാണ് AC ജനറേറ്ററിന്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണ്, AC വോൾട്ടേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അടുത്ത ടോപ്പിക്സിലോട്ട് പോകുമ്പോൾ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് AC സർക്യൂട്ട്സ് എന്താന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്, അതിന്റെ ടേംസും ഡെഫിനിഷൻസും, പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വെക്റ്റർ ഡയഗ്രാംസും, പിന്നെ പ്രോബ്ലംസും. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡയറക്റ്റ് കറണ്ട് എന്താണ്, DC എന്താണ്, AC എന്താണ്. നമുക്കറിയാം ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഇലക്ട്രോൺസിന്റെ ഫ്ലോനെയാണ് നമ്മൾ DC കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം DC എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്, ഒരു DC സോഴ്സ് എന്ന് പറയുമ്പോൾ ബാറ്ററി ആയിരിക്കും അല്ലെ. ബാറ്ററി മീൻസ് അതിന് പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി ഉണ്ടായിരിക്കും. സിമിലർലി DC കറണ്ടിന് പോസിറ്റീവും നെഗറ്റീവും സോഴ്സിന്റെ വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി ഉണ്ട്. The direct current DC is that flows only in one direction. നിങ്ങൾക്ക് അറിയാം ഡയറക്റ്റ് കറണ്ട് DC എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഒരേ ഒരു ഡയറക്ഷനിൽ അതിന്റെ ഫ്ലോ നടക്കത്തുള്ളൂ അല്ലെ. അപ്പൊ ദ കറണ്ട് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ഈസ് സപ്ലൈഡ് ഫ്രം DC സോഴ്സ്. നമുക്കറിയാം DC സോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമ്മുടെ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. DC സോഴ്സിന്റെ പൊളാരിറ്റി ഫിക്സഡ് ആണ്. കറണ്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ PSC ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ബേസിക് ലെവലിൽ നിന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. എന്ന് വെച്ച് അതിൽ നമ്മളിപ്പോൾ തിയറി പോർഷൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടുതലും. കാരണം എന്താ, ഇപ്പൊ ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസും പാറ്റേൺ വൈസ് നോക്കിയാൽ അത് മൊത്തം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തിയറി മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു, അതിനകത്ത് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. തിയറി നന്നായിട്ട് പഠിച്ച് ഓരോ സെന്റൻസും അതിലെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം പോലും നമ്മൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനുള്ളത്. ഡ്രൈ സെൽസ് ആർ കോമൺ യൂസ്ഡ് DC വോൾട്ടേജ് സോഴ്സ്. ഡ്രൈ സെൽസ് ആണ്. നമുക്ക് ഇലക്ട്രീഷ്യൻ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ടൈപ്സ് ഓഫ് സെൽസ്. പിന്നെ അതിൽ തന്നെ നമ്മൾ ടൈപ്സ് റീചാർജബിളും നോൺ റീചാർജബിൾ ടൈപ്പ് സെൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനൊരു ടോപ്പിക്ക് മൊഡ്യൂൾ തന്നെ ഉണ്ട്. അപ്പൊ ആ മൊഡ്യൂളിലെല്ലാം ഡ്രൈ സെൽസും അങ്ങനെയുള്ള മെർക്കുറി സെൽസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ബോത്ത് ദ വോൾട്ടേജ് ആൻഡ് പൊളാരിറ്റി ഓഫ് ദ സെൽസ് ആർ ഫിക്സഡ്. അപ്പോൾ നമുക്കറിയാം ഡ്രൈ സെൽസിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. വെൻ കണക്റ്റഡ് ടു എ ലോഡ് ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ അറ്റ് സം സ്റ്റഡി സ്റ്റേറ്റ് ഓർ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ നമ്മളൊരു ലോഡ് മീൻസ് ബൾബോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. എ ഡയറക്റ്റ് കറണ്ട് ഫ്ലോ നീഡ് നോട്ട് necessarily but constant, but it must travel in the same direction at all times. അപ്പൊ DC എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഒരേ ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യണം എന്നുള്ള ഇത് നിർബന്ധമാണ്. ഓക്കെ, സെയിം ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. there are several types of direct current. അപ്പോൾ DC തന്നെ വേരിയന്റ് ടൈപ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. And all of them depends upon the value of current in the relation to time. അപ്പൊ നമ്മൾ ടൈം വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള വോൾട്ടേജ് ഗ്രാഫ് വരച്ചാല് DC തന്നെ പല വേരിയന്റ് ഉണ്ട്. ഈ ഗ്രാഫ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം.
ടൈപ്സ് ഓഫ് ഡി സി കറണ്ടിൽ തന്നെ പ്യുവർ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഡി സി ഉണ്ട് അല്ലെ. ടൈമിന് വിത്ത് റെസ്പെക്ട് കറണ്ട് ഒന്നും വേരി ചെയ്യാത്ത ഡി സി ഉണ്ട്, അതാണ് കോൺസ്റ്റന്റ് ഡി സി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, വേരിയിങ് ഡി സി ആണ്, പക്ഷെ അത് വേരി ചെയ്യുന്നുണ്ട് ടൈമിന് റെസ്പെക്ട് ആയിട്ട്. ഇനി പൾസേറ്റിംഗ് ഡി സി, അതെന്ന് പറയുന്നത് എന്താ സംഭവം നടക്കുന്നത്, പൾസേറ്റിംഗ് ഡി സി ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താന്ന് നോക്കാം. A constant DC voltage shows no variation in value over the period of time. Constant DC ഞാൻ പറഞ്ഞു, ടൈമിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഡി സി കറണ്ടിന് വേരിയേഷൻ ഒന്നും ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് പ്യുവർ കോൺസ്റ്റന്റ് ഡി സി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ബോത്ത് ദ വേരിയിങ് ആൻഡ് പൾസേറ്റിംഗ് ഡി സി ഹാവ് ചേഞ്ച് ഇൻ വാല്യൂ വെൻ പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ടൈം. ടൈമിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്, ആ കറണ്ടിന് വേരിയേഷൻ ഉള്ളതാണ് വേരിയിങ് ഡി സിയും നമ്മുടെ പൾസേറ്റിംഗ് ഡി സിയും. പൾസേറ്റിംഗ് ഡി സി കറണ്ട് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. നോക്കിക്കേ, പൾസേറ്റിംഗ് യൂണിഫോം ആണ് അല്ലേ. കാരണം എന്തേ, ദേ ആർ റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇന്റർവെല്ലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. അപ്പൊ പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത് യൂണിഫോം ഡി സി കറണ്ട് വേരിയേഷൻ ഉള്ള വേവ് ഫോം ആണ്. അത് റെഗുലർ ഇന്റർവെൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി സി തന്നെ വേരിയന്റ് ആയിട്ടുള്ള ഡി സി കറണ്ട്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നോക്കിക്കേ, എന്തൊക്കെയാണ് ഡി സിയും എ സിയും തമ്മിലുള്ള ഡി സിന്റെ അഡ്വാൻറ്റേജസ് ഓവർ എ സി. എ സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡി സിക്ക് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഡി സി നീഡ്സ് ഓൺലി 2 വയേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ വൈൽ എ 3 phase എ സി മേ നീഡ് ടു അപ് ടു 4 വയേഴ്സ്. നിങ്ങൾക്കറിയാം, ഡി സി ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റീസേ ഉള്ളൂ അല്ലെ. അപ്പൊ 2 വയേഴ്സിന്റെ ആവശ്യമേ വരുന്നുള്ളൂ ട്രാൻസ്മിഷൻ ആയാൽ പോലും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ സി ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഫേസിന്റെ 3 phase ആണ് അല്ലെ. 3 phase ആണെങ്കിൽ 3 phase ഉണ്ട്, ആർ വൈ ബിയും ഉണ്ട്, പിന്നെ എന്തുണ്ട്, ന്യൂട്രലും വരാറുണ്ട്. അതുകൊണ്ടാണ് 4 വയർ എന്ന് പറയുന്നത്. ഇനി കൊറോണ ലോസ് അസോസിയേറ്റഡ് വിത്ത് ഡി സി ഈസ് നെഗ്ലിജിബിൾ വൈൽ എ സി ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇറ്റ്സ് ഫ്രീക്വൻസി. ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കൊറോണ ലോസ് നിങ്ങൾക്കറിയാം, കൊറോണ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ്. ഇലക്ട്രിക്കൽ ഡിസ്ചാർജിനെയാണ് കൊറോണ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ പവർ സിസ്റ്റം പഠിക്കുന്നവർക്കറിയാം, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴാണോ ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ട്, നമ്മുടെ ഒരു നോമിനൽ വോൾട്ടേജിനെയും കാട്ടി വോൾട്ടേജ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എന്ത് ചെയ്യും, നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, അയോണൈസ് ചെയ്യും. ഓക്കെ, എയർ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്ത് സംഭവിക്കും, അത് എയർ കണ്ടക്ടിങ് ആവും. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു വോൾട്ടേജിന് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, അയോണൈസ് ചെയ്ത് എയർ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ആയിട്ട് മാറും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് കൊറോണ എഫക്റ്റ്. ഈ എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 30 kV. അപ്പൊ 30 kV കാട്ടി കൂടിയ വോൾട്ടേജ് വരുന്ന സമയത്താണ്, അതായത് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിലാണ് ഈ ഒരു എഫക്റ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ കാര്യങ്ങളും ഇവിടെ തന്നെ അങ്ങ് പഠിച്ചു പോവുക. കൊറോണ എഫക്റ്റ് എന്താണ്, പ്രോക്സിമിറ്റി എഫക്റ്റ് എന്താണ്, സ്കിൻ എഫക്റ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് പഠിച്ചു പോകുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയൊരു ഐഡിയ നമുക്ക് വേണം. കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് എ സിയിലും ഡി സിയിലും നടക്കും, പക്ഷെ ഇത് പ്രോമിനന്റ് ആയിട്ട് കാണുന്നത് എവിടെയാണ്, എ സിയിലാണ്. ഓക്കെ, എ സിയിലാണ് കാണുന്നത്. എന്താ മെയിൻ റീസൺ എന്ന് വെച്ചാല് കൊറോണ ലോസ് ഉണ്ട് കേട്ടോ. കൊറോണ ലോസ് എന്ന് പറഞ്ഞാല് കൊറോണ കാരണം ഉണ്ടാവുന്ന, ഈ ഒരു കൊറോണ എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ലോസ് ആണ് കൊറോണ ലോസ്. ഈ ലോസ് കാരണം എന്തുണ്ടാവും, ആ ട്രാൻസ്മിഷൻ ലൈനിൽ വലിയൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലോസ് ഉണ്ടാവും. ഓക്കെ, ഈ ലോസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കൊറോണ ലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്രീക്വൻസി എവിടെ മാത്രമേ ഉള്ളൂ, നമുക്ക് എ സി സിസ്റ്റത്തിൽ മാത്രമേ ഫ്രീക്വൻസി ഉള്ളൂ അല്ലേ. ഡി സിയിൽ ഫ്രീക്വൻസി 0 ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് എവിടെയായിരിക്കും, ഡി സിയിലായിരിക്കും. അതൊരു അഡ്വാൻറ്റേജസ് അല്ലേ ഡി സിയുടെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് കൊറോണ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ടാണ് കൊറോണ ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് കൊറോണ ഉണ്ടാവുന്നത്, നേരത്തെ പറഞ്ഞു, സറൗണ്ടിങ് ആയിട്ടുള്ള എയർ അയണൈസ് ചെയ്തിട്ടാണ് കൊറോണ എഫക്റ്റ് ഉണ്ടാവുന്നത്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ്, കൊറോണ ഉണ്ടാവുന്ന വോൾട്ടേജ് പറഞ്ഞു. കൊറോണ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എന്താ, അയണൈസേഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്താണ്, ഓസോൺ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഓസോൺ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും, ഹിസ്സിങ് സൗണ്ട് ഉണ്ടാവും. ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കൊറോണ
ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഹിസ്സിങ് സൗണ്ട്, ഓസോൺ പ്രൊഡക്ഷൻ ഒക്കെയാണ് മെയിൻ ആയിട്ട് കൊറോണയിൽ നടക്കുന്നത്. അപ്പൊ ഈ കൊറോണ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു കേസ് അറിഞ്ഞിരിക്കുക. നമുക്ക് കണ്ടക്ടറിന്റെ സ്പേസ് ഇൻക്രീസ് ചെയ്താൽ കൊറോണ എഫക്ട് എന്ത് ചെയ്യാം, കുറയ്ക്കാം. കാരണം 2 കണ്ടക്ടേഴ്സിനെ സ്പേസിംഗ് കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊറോണ എഫക്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ കണ്ടക്ടറിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത്രയും സൈസുള്ള കണ്ടക്ടർ ആണെങ്കിൽ ഭയങ്കര എക്കണോമിക്കൽ അല്ല നമുക്ക്. അതുകൊണ്ട് കണ്ടക്ടറിന്റെ സൈസ് കൂട്ടുന്നതിൽ ഇച്ചിരി ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ സൈസ് കൂട്ടാം, ഒന്നുകിൽ കണ്ടക്ടറിന്റെ ഗ്യാപ്പ് കൂട്ടാം. അതർവൈസ് വി ക്യാൻ യൂസ് കൊറോണ റിങ്സ്. കൊറോണ റിങ്സ് എന്ന് പറയുന്ന റിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ കണ്ടക്ടേഴ്സിനെ എന്ത് ചെയ്യാം, ബണ്ടിൽ ചെയ്തിടാം. ഒന്നിൽ കൂടുതൽ കണ്ടക്ടേഴ്സിനെ എന്ത് ചെയ്യാം, ബണ്ടിൽ ചെയ്ത് നമുക്ക് കൊറോണ ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല കൊറോണ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആ ഒരു ബ്ലൂയിഷ് ഗ്ലോ ആയിരിക്കും അല്ലെ. ബ്ലൂയിഷ് ഗ്ലോ നിങ്ങൾ ഒരു നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കൊറോണ എന്ന് പറയുമ്പോൾ ഒരു വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂയിഷ് ഗ്ലോ കാണും. അത് കൊറോണ എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള കൊറോണ എഫക്റ്റും കാര്യങ്ങളും പറഞ്ഞു, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നും പറഞ്ഞു, എത്ര വോൾട്ടേജിലാണ് കൊറോണ എഫക്റ്റ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, DC എന്ന് പറയുന്നത് കൊറോണ എഫക്റ്റ് നെഗ്ലിജിബിൾ ആണ്. ബിക്കോസ് നമ്മുടെ കൊറോണ ലോസ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസിനെയാണ്. ഇവിടെ നമുക്ക് DC ആണെങ്കിൽ ഫ്രീക്വൻസി ഇല്ല അല്ലെ, 0 ഫ്രീക്വൻസി ആണ് DCക്ക് ഉള്ളത്. അതുകൊണ്ട് കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് DCയിൽ നെഗ്ലിജിബിൾ ആണ്. അതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി സ്കിൻ എഫക്ട് ആൾസോ ഒബ്സർവ്ഡ് ഇൻ AC ലീഡിംഗ് ടു ദ പ്രോബ്ലംസ് ഇൻ ദ ട്രാൻസ്മിഷൻ ആൻഡ് കണ്ടക്ടർ ഡിസൈൻ. സ്കിൻ എഫക്ട് എന്ന് പറയുന്ന എഫക്റ്റും ഇതുപോലെ ഏതിൽ മാത്രമാണ് കാണുന്നത്, AC സിസ്റ്റത്തിൽ മാത്രമാണ് കാണുന്നത്. ഓക്കെ, നോൺ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റി ലോ. അപ്പൊ നമുക്കറിയാം DCയിലാണെങ്കിൽ ഇൻഡക്റ്റീവും കപ്പാസിറ്റി ലോസ് ഒന്നും കാണത്തില്ല അല്ലെ. ഇതുപോലെ തന്നെ പ്രോക്സിമിറ്റി എഫക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്രോക്സിമിറ്റി എഫക്ട് ഈസ് ദ ഫിനോമിന ദാറ്റ് ഒക്വേഴ്സ് വെനെവർ ദ 2 കണ്ടക്ടേഴ്സ് ആർ ക്ലോസ്ഡ് ടുഗദർ. 2 കണ്ടക്ടേഴ്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണ് പ്രോക്സിമിറ്റി എഫക്ട് എന്ന് പറയുന്നത്. ഈ ഒരു അങ്ങനെ 2 കണ്ടക്ടേഴ്സ് ക്ലോസ് ആയിട്ട് വരുവാണെങ്കിൽ എന്താ അവിടെ ഉണ്ടാവുന്നത്, അവിടെ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഫക്റ്റ് എവിടെ കാണത്തില്ല, DCയിൽ കാണത്തില്ല. അപ്പൊ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓവർ DC ഓവർ ദ AC എന്ന് പറയുന്നത്. ഇനി നോക്കി കമ്പാരിസൺ പെട്ടെന്ന് പറഞ്ഞു പോവാം. എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ബി ക്യാരിഡ് ഔട്ട്, നമ്മൾ സേഫ് ടു ട്രാൻസ്ഫർ. AC ആണെങ്കിൽ നമുക്കറിയാം സേഫ് ആയിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും AC. പക്ഷേ DC എങ്ങനെയാണോ, DC ആണെങ്കിൽ DCയിലാണെങ്കിൽ ലോസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ലോങ് ഡിസ്റ്റൻസ് DC എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ലോസ് ഉണ്ടാവും. പക്ഷെ ACയിൽ അതില്ല. എ കോസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എങ്ങനെയാണ്, റൊട്ടേറ്റീവ് മാഗ്നറ്റ് അലോങ് ദ വയർ. അപ്പോൾ എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ വരുന്നത്, റൊട്ടേറ്റീവ് മാഗ്നറ്റിക് അലോങ് ദ വയർ ആണ് നമ്മുടെ AC വരുമ്പോൾ. ഇനി നോക്കിക്കേ, DC ആണെങ്കിൽ സ്റ്റഡി മാഗ്നറ്റിസം ആണ്. നിങ്ങൾക്കറിയാം ആൾട്ടർനേറ്റിംഗ് കറണ്ട് മീൻസ് ടൈമിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് എന്ത് ചെയ്യും, വോൾട്ടേജും കറണ്ട് വേരി ചെയ്യുന്നതാണ് AC എന്ന് പറയുന്നത്. ഇവിടെ റൊട്ടേറ്റീവ് മാഗ്നറ്റിന് അലോങ് ആയിരിക്കും അത് ആ ഒരു ഫ്ലോ നടക്കുക അല്ലെ, കറണ്ടിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ. ഇവിടെ നോക്കിക്കേ, സ്റ്റഡി മാഗ്നറ്റിസം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ വലിയ മാഗ്നറ്റിസത്തിന് വലിയ റോളൊന്നുമില്ല. ഫ്രീക്വൻസി നോക്കിക്കേ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് AC നിങ്ങൾക്ക് അറിയാം, സിസ്റ്റം ഫ്രീക്വൻസി ഇന്ത്യയിൽ അത് 50 ഹെർട്സ് ആണ്. ബാക്കിയുള്ള കൺട്രീസ് എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. അത് ഓരോ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദ ഫ്രീക്വൻസി ഓഫ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 0 ആണ്. ഫ്രീക്വൻസി 0 ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ വൈൽ ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട്. അപ്പോ ഡയറക്ഷൻ എന്ന് പറയുന്ന AC എന്താണ്, നമ്മുടെ കറണ്ടിന്റെ ഫ്ലോ അനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ആ ഡയറക്ഷൻ എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ DC ആണെങ്കിൽ, AC ആണെങ്കിൽ 2 ഡയറക്ഷനിലൂടെ കറണ്ട് ഫ്ലോ പോസിബിൾ ആണ്. പക്ഷെ DC ആണെങ്കിൽ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഫ്ലോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി കറണ്ടിന്റെ കാര്യം പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, വേരി വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത് AC-യിലാണ്. പക്ഷേ DC-യിലാണെങ്കിലോ കോൺസ്റ്റന്റ് ആണ് അല്ലെ, കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ്. ഇനി ഇലക്ട്രോണിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫോർവേഡും എല്ലാ ഡയറക്ഷനിലോട്ടും വേണമെങ്കിലും നമുക്ക് കറണ്ട് ഫ്ലോ നടത്താം. പക്ഷെ DC-യിലാണെങ്കിൽ എവിടെ മാത്രമേ പറ്റത്തുള്ളൂ, ഒരേ ഒരു ഡയറക്ഷൻ, അതായത് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രോണിനെ ഫ്ലോ ചെയ്യിക്കാൻ പറ്റൂ. ഇനി ഒബ്റ്റെയിൻഡ് ഫ്രം
AC ജനറേറ്റർ ആണ് മെയിൻ. നമുക്കറിയാം AC-ന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ജനറേറ്റർ ആണ്. പക്ഷേ DC-ന്റെ മെയിൻ സോഴ്സ് എന്താണ്? ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല്. നിങ്ങൾക്ക് അറിയാം ഒന്നിൽ കൂടുതൽ ബാറ്ററീസിനെ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ സെല്ല്. ഈ ഒരു സെല്ലിനെ എന്ത് ചെയ്യാം? നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് അതിനെ ബാറ്ററി ആയിട്ടെന്ന് പറയാം. ഓക്കെ, ഇനി പാസീവ് പാരാമീറ്റേഴ്സ് എന്താണ്? ഇംപെഡൻസ്. നമ്മൾ ഇംപെഡൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ DC-യിലാണെങ്കിൽ നമ്മൾ നെയിമിങ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് എന്നാണ്. ഇനി പവർ ഫാക്ടർ ആണെങ്കിൽ നോക്കിക്കേ, എപ്പോഴും 0-നും 1-നും ഇടയിലാണ് നമ്മൾ AC വരുമ്പോൾ പറയുന്നത്. ഇനി പവർ ഫാക്ടർ ഓഫ് DC എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1 ആണ് പവർ ഫാക്ടർ ഓഫ് DC എന്ന് പറയുന്നത്. ടൈപ്സ് സൈനസോയിഡൽ. നമുക്ക് ഏത് ടൈപ്പ് വേവ് ഫോം വേണോ എടുക്കാം. ഒന്നുകിൽ സൈനസോയിഡൽ എടുക്കാം, ട്രപ്പിസോയിഡൽ എടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും AC ആണെങ്കിൽ. പക്ഷേ നമുക്ക് DC ആണെങ്കിൽ ഒന്നുകിൽ പ്യുവർ സൈനസ് DC അല്ലെങ്കിൽ അതിനെ പൾസേറ്റിംഗ് DC ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനിയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിലോട്ട് പോകുന്നത്. ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് is on which the direction and amplitude of the current flows changes in regular intervals. നമുക്കറിയാം ടൈമിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ AC സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. The current in this type of circuit is supplied from AC voltage source. നമ്മൾ AC വോൾട്ടേജ് സോഴ്സിനെ ഇങ്ങനെയാണ് സിംബലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു AC വോൾട്ടേജ് സോഴ്സ് നിന്നാണ് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യാറുള്ളത്. The polarity of AC source changes at irregular intervals, resulting reversal of circuit current flow. അപ്പൊ നമുക്ക് ഇതിന്റെ പൊളാരിറ്റി എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്ത് കൊടുത്ത് കറണ്ട് ഫ്ലോനെ പോസിബിൾ ആക്കാം അല്ലെ? എങ്ങനെ വേണോ? Alternating current usually change in both value and its direction. The current increases from 0 to maximum value and drop back to 0. നമുക്കറിയാം സൈനസോയിഡൽ AC സൈനസോയിഡൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഒന്നുകിൽ മാക്സിമൈസ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം? 0-ലാക്കാം. ഓക്കെ, അങ്ങനെ ബോത്ത് ഡയറക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇൻക്രീസ് ഫ്രം 0 to maximum value and then it is drop back to 0. പിന്നെന്ത് ചെയ്യാം? വേറൊരു ഡയറക്ഷനിൽ വേണമെങ്കിൽ ഫ്ലോ ചെയ്യിക്കാം. ദിസ് പാറ്റേൺ ഈസ് റിപ്പീറ്റഡ് ആസ് ഇറ്റ് ഫ്ലോസ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ ഈ പാറ്റേൺ തന്നെ വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. The waveform or exact manner in which the current increases and decreases is determined by the type of AC voltage source. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് AC വോൾട്ടേജ് സോഴ്സ് അനുസരിച്ച് നമുക്ക് കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ സൈൻ വേവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം സ്ക്വയർ വേവ്, സാറ്റൂത്ത് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് AC വേവ് ഫോംസും പഠിച്ചു. അപ്പൊ DC കറണ്ട് വേവ് ഫോംസും പഠിച്ചു, ഇവിടെ AC ടൈപ്പും പഠിച്ചു. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ജനറേഷൻ നമ്മൾ പറഞ്ഞു. AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ അവിടെ ഒരു ജനറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെ? ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ AC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് യൂസ്ഡ് വെനെവർ എ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ പവർ ഈസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ഫോർ ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസ് ഇൻ. നമുക്കറിയാം ഡൊമസ്റ്റിക് പർപ്പസിനായാലും കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇൻഡസ്ട്രീസിലായാലും നമ്മൾ യൂസ് ചെയ്യുന്നത് AC ആണ് അല്ലെ? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് AC ആണ്. AC വോൾട്ടേജ് ഈസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസിയർ ആൻഡ് ചീപ്പർ ടു ജനറേറ്റ്. അപ്പൊ ജനറേഷൻ, അതിന്റെ ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പറുമാണ്, അതുപോലെ ഈസിയറുമാണ്. അതുകൊണ്ടാണ് AC വോൾട്ടേജ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, DC-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ലോസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ഇവിടെ AC എക്യുപ്മെന്റ് ഈസ് ജനറലി മോർ എക്കണോമിക്കൽ ടു മെയിൻറ്റെയിൻ. അതുപോലെ തന്നെ AC ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്. അത് മാത്രമല്ല എക്കണോമിക്കലും ആണ്. അപ്പൊ DC എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പം ഇച്ചിരി എൻലാർജ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അല്ലെ? ഇത്തിരി വലിയ സംഭവങ്ങളായിരിക്കും. പക്ഷെ ഈ AC എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് എക്യുപ്മെന്റ് സ്പേസ് മതി. അതും കൂടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ക്യാൻ ബി ജനറേറ്റഡ് അറ്റ് ഹൈ വോൾട്ടേജ് ദാൻ DC വിത്ത് ഫ്യൂവർ പ്രോബ്ലംസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ആർക്കിംഗ്. ഓക്കെ, അപ്പോൾ ആർക്കിങ്ങും ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് AC-ക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ AC ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെ? കൊമേഴ്ഷ്യൽ ആയിട്ടായാലും നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടായാലും യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഏതൊക്കെയാണ് AC-ന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിഞ്ഞിരിക്കുക. 1.1 kV, 2.2 kV, 3.3 kV. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ? ആ ഒരു ഓർഡറിലല്ലേ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ
6.6 കിലോ വോൾട്ട്. അപ്പോൾ 1.1 കിലോ വോൾട്ട് ഉണ്ട്, അതുപോലെ 6.6 കിലോ വോൾട്ട്. നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്മിഷൻ, നമ്മളെ പവർ സിസ്റ്റത്തിലൊക്കെ സബ്സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് അല്ലേ. 6.6 കിലോ വോൾട്ട്, അതുപോലെ 11 കിലോ വോൾട്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 11 കിലോ വോൾട്ട് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. പവർ ജനറേഷൻ പ്ലാന്റ്സിലൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് 11 കിലോ വോൾട്ട് ആണ് ഇന്ത്യയിലെ. അതുപോലെ തന്നെ 33 കിലോ വോൾട്ട് അല്ലെങ്കിൽ 33,000 വോൾട്ട്. അതുപോലെ ഹയർ കപ്പാസിറ്റി റിക്വയർമെന്റ്സിനാണ് ഈ 11 കിലോ വോൾട്ട്, 33 കിലോ വോൾട്ട്, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ 66,000, അതുപോലെ 11 കിലോ വോൾട്ട്, അങ്ങനെയുള്ള ഹൈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും? 66,000 ആയിട്ടൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് 66,000 ആയിട്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്തിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അറ്റ് ദ ലോഡ് ഏരിയ ദ വോൾട്ടേജ് ഇസ് ഡിഗ്രി ടു വർക്ക്. നമുക്കറിയാം, ലോഡിന്റെ ഏരിയ വരുമ്പോൾ, അതായത് നമ്മുടെ കൺസ്യൂമർ എൻഡിലോട്ടൊക്കെ വരുമ്പോൾ ഈ വോൾട്ടേജിന് എന്ത് ചെയ്യും? 240 വോൾട്ടും 450 വോൾട്ടൊക്കെ ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ എത്തുന്നത് 240 വോൾട്ടേജ്, അല്ലെങ്കിൽ 3 ഫേസ് ആണെങ്കിൽ 450 വോൾട്ടേജ് ആണ് നമ്മൾ ലോഡ് ഏരിയയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് AC. The basic method for obtaining AC is by use of AC generator. അപ്പോൾ നമ്മളിവിടെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് AC ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് AC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The generator is a machine that uses magnetism to convert mechanical energy to electrical energy. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരും ടോപ്പിക്സിലൊക്കെ പഠിക്കും. ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ AC ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കേസാണ്, മെക്കാനിക്കൽ എനർജീനെ എന്താക്കി മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു മെഷീനാണ്. The generator principle simply stated that the voltage is induced in the conductor whenever the conductor is moved through the magnetic field. അപ്പോൾ നമുക്കറിയാം, എപ്പോഴാണോ നമ്മളൊരു കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നത് അല്ലേ, whenever the conductor is moved through the magnetic field there is a എന്താണ് വോൾട്ടേജ് ഈസ് ഇൻഡ്യൂസ്ഡ്. അപ്പം വെറുതെ ഒരു കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ. അതിലാണ് നമ്മൾ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കണ്ടക്ടർ എന്ത് ചെയ്യണം? ഒന്നുകിൽ കണ്ടക്ടർ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്തിട്ട് EMF ജനറേറ്റ് ചെയ്യത്തുള്ളൂ. സിംപ്ലി പറഞ്ഞ ഇതാണ് നമ്മുടെ ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇതല്ല സത്യം പറഞ്ഞാൽ അവിടുത്തെ വർക്കിംഗ്, ജസ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഓക്കെ, a change in a magnetic field around a conductor tends to set the electron motion. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇടയിലാണ് കണ്ടക്ടർ വെച്ചിട്ടുള്ളത് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മളെ കണ്ടക്ടർ വെച്ചിട്ടുള്ളത്. The mere existence of the magnetic field is not enough. There must some ranges from changes in the field. അപ്പോൾ നമ്മുടെ കണ്ടക്ടറിനെ എന്ത് ചെയ്യാണ്? ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടക്ടറിനെ മൂവ് ചെയ്ത് കൊടുക്കുകയാണ് ഇവർ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? പെർമനന്റ് മാഗ്നറ്റ് ആണ് അല്ലേ. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടുള്ള നോർത്ത് പോളും സൗത്ത് പോളിനും ഇടയിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്? ഒരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, മൂവിങ് കണ്ടക്ടർ. ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡും കൂടെ എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മളൊരു ഗാൽവനോമീറ്റർ മതി, കാരണം ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗാൽവനോമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഗാൽവനോമീറ്ററിന്റെ കാര്യം എന്താണ്? ഒരു ചെറിയ കറണ്ടോ വോൾട്ടേജോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡിഫ്ലക്ട് ചെയ്യും അല്ലെ. കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇത് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. എന്തുകൊണ്ടാ? വെനെവർ ദ കണ്ടക്ടർ കട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ EMF ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഈ നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഇഫ് വി മൂവ് ദ കണ്ടക്ടർ ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പൊ നമ്മൾ ഈ കണ്ടക്ടറിനെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ എ ഫോഴ്സ് ഈസ് എക്സർട്ടഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ഈച്ച് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ വിത്തിൻ ദ കണ്ടക്ടർ. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസുമായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ EMF ഉണ്ടാവുന്നത്. ദിസ് ഫോഴ്സ് ആഡ് ടുഗദർ ആൻഡ് എഫക്റ്റീവ് ദാറ്റ് വോൾട്ടേജ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ഇൻഡ്യൂസ്ഡ് ദ കണ്ടക്ടർ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വോൾട്ടേജ് ഉണ്ടാവുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വെനെവർ ദ കണ്ടക്ടർ കട്ട്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്
the EMF is generated. ഓക്കെ, അപ്പൊ ഇങ്ങനെയല്ല സംഭവം, ഇങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നത്. പക്ഷെ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നല്ലൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഇനി പറയാം. An AC generator produces an AC voltage by causing a loop of wire to turn with a magnetic field. Okay, this relative motion between the very important wire and the magnetic field cause a voltage to be induced between the ends of the wire. അപ്പം വയേഴ്സിന്റെ എൻഡ്സിലാണ് EMF ജനറേറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ്? Due to the relative motion between the wire and the magnetic field. Wire means conductor. ഈ കണ്ടക്ടറുടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും റിലേറ്റീവ് ആയിട്ടുള്ള മോഷൻ കാരണമാണ് നമ്മുടെ വയേഴ്സിന്റെ എൻഡിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. This voltage changes in the magnitude and polarity. ഇവിടെ ഉണ്ടാവുന്നത് ഏത് ടൈപ്പ് വോൾട്ടേജാ? AC ആണ് അല്ലെ? AC മീൻസ് എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും എന്ത് ചെയ്യും? ടൈമിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. ദ ഫോഴ്സ് റിക്വയർഡ് ടു ടേൺ ദ ലൂപ്പ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ വേരിയസ് സോഴ്സസ്. അപ്പോൾ ഈ ഒരു സോഴ്സ് നമുക്ക് എങ്ങനെ വേണോ യൂസ് ചെയ്യാം. എന്താണ്? ഫോർ എക്സാമ്പിൾ, എ വെരി ലാർജ് AC ജനറേറ്റർ ആർ ടേൺഡ് ബൈ സ്റ്റീം ടർബൈൻ ഓർ ബൈ ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ. അപ്പോൾ AC ജനറേറ്ററിന് മെക്കാനിക്കൽ ഇൻപുട്ട് ആണല്ലേ കൊടുക്കുന്നത്, എങ്കിലല്ലേ നമുക്ക് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടൂ. അപ്പോൾ ഈ മെക്കാനിക്കൽ മീൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ്, ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്? നമുക്ക് സ്റ്റീം കൊടുക്കാം അല്ലെ? സ്റ്റീം ടർബൈൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ ഒരു മെക്കാനിക്കൽ എനർജി സപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വാട്ടറിന്റെ പ്രഷർ യൂസ് ചെയ്തിട്ട്, ഫോഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മെക്കാനിക്കൽ എനർജി കൊടുക്കാൻ പറ്റും. എങ്കിലേ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു AC ജനറേറ്ററിന്റെ വർക്കിംഗ് പറയുന്നുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പെർമനന്റ് മാഗ്നറ്റിനിടയിൽ നമ്മുടെ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുകയാണ്. ഓക്കെ, കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ കണ്ടക്ടറിന്റെ എൻഡ്സിൽ AC വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഈ ഡെവലപ്പ് ചെയ്യുന്ന AC വോൾട്ടേജ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്രഷസ് യൂസ് ചെയ്യുന്നത്. ബ്രഷസ് കാർബൺ കൊണ്ടുണ്ടാക്കിയതാണ്. കാർബൺ ബ്രഷസ് യൂസ് ചെയ്യും. എന്തിനാ? നമുക്ക് ഈ കറണ്ടിനെ പുറത്തെടുക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു കറണ്ടിനെ നമ്മൾ പുറത്തെടുത്തിട്ട് നമ്മളൊരു ലോഡിലോട്ട് കണക്ട് ചെയ്യാണ്. മീൻസ് ബൾബ് കൊടുക്കുകയാണ്. ബൾബ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുത്തെ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ AC ജനറേറ്ററിന്റെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. എ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ലൂപ്പ് ജനറേറ്റർ ഈസ് ടു വീക്ക് ടു ബി മച്ച് പ്രാക്ടിക്കൽ വാല്യൂ. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള വോൾട്ടേജ് ആണ് അല്ലെ? കുറച്ച് എമൗണ്ട് ഓഫ് വോൾട്ടേജ് മാത്രമേ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം എന്ത് ചെയ്തു? ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ആണ്. A practical AC generator has many more turns wire than the armature. അപ്പം നമ്മളെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാണ് ജനറേറ്റർ ആണെങ്കിൽ, അവിടെ എന്താണ്? ആർമേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ? ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ് എവിടെ കൊടുക്കുന്നത്? നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഇടയിൽ കൊടുക്കുന്നത്. The armature is made up of number of coils bound on an iron core. അപ്പം ഒരു അയൺ കോർ ഉണ്ട്. ഈ അയൺ കോറിന് മേലെ എന്ത് ചെയ്യും? നമ്മളെ ആർമേച്ചർ കണ്ടക്ടേഴ്സിനെയൊക്കെ വൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആർമേച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, AC voltage induced in the armature coil is connected to a set of slip rings from which external circuit receive the voltage through the set of brushes. അപ്പൊ സ്ലിപ്പ് റിംഗ്സും അതുപോലെ തന്നെ സെറ്റ് ഓഫ് ബ്രഷസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ എടുക്കുന്നത്. An electromagnet is used to produce stronger magnetic field. ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്താണ് എക്സ്പെരിമെന്റ് കാണിച്ചത്. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഓക്കെ, എന്താണ്? പ്രാക്ടിക്കൽ AC ജനറേറ്ററിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി നോക്കാം സൈൻ വേവ് എന്താണ്. ഇനിയുള്ള നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ് സൈൻ വേവ് എന്താണെന്നുള്ളത്. The shape of the voltage waveform generated by the coil rotating in a magnetic field is called sine wave. ഓക്കെ, സൈൻ വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു AC വോൾട്ടേജിന്റെ വേവ് ഫോം ആണ് ഇവിടെ സൈൻ വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the generated sine wave voltage varies in both voltage value and its polarity. അപ്പൊ ജനറേറ്റ് ചെയ്യുന്ന സൈൻ വേവ് എന്ന് പറയുന്നത് പൊളാരിറ്റി അല്ലെ? പൊളാരിറ്റി, വോൾട്ടേജിന്റെ പൊളാരിറ്റിയും അതുപോലെ തന്നെ വാല്യൂയും ബേസ് ചെയ്തിട്ട് വേരി ചെയ്യാറുണ്ട്. If the coil is rotated at a constant speed, the number of magnetic lines of force cut per seconds varies with the position of coil. അപ്പോൾ
ഈ ഒരു കോയിൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് കട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലേ, ലൈൻസ് ഓഫ് ഫോഴ്സ്, ഓരോ സെക്കൻഡിലും കട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് വേരി ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ കണ്ടീഷൻ? ഇഫ് ദ കോയിൽ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ കോൺസ്റ്റന്റ് സ്പീഡ്, ഓക്കെ, വെൻ ദ കോയിൽ ഈസ് മൂവിംഗ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, നോ ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, പാരലായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് നമ്മുടെ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവത്തില്ല? ലൈൻസ് ഓഫ് ഫോഴ്സ് ഇല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വോൾട്ടേജ് ഉണ്ടാവത്തില്ല. ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്മുടെ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിലിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് ഇല്ല എന്നാണ് പറയുന്നത്. വെൻ ദ കോയിൽ ഈസ് മൂവിങ് അറ്റ് റൈറ്റ് ആംഗിൾ, അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും റൈറ്റ് ആംഗിൾഡ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുവാണെങ്കിൽ മാക്സിമം ലൈൻസ് ഓഫ് ഫോഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം വോൾട്ടേജ് ആയിരിക്കും. Therefore, no voltage is generated at this EN. When the coil is moved at a right angle to the magnetic field, if it cut the magnetic number of lines of force. Therefore, the maximum peak voltage is generated at this instant. Between these 2 points, the voltage varies in accordance with the sign of the angle at which coil cuts the lines of force. അപ്പോൾ അടുത്തൊരു ഡയഗ്രാം വരുന്നുണ്ട്, ആ ഡയഗ്രാം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറിനും ഇടയിലുള്ള ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ കണ്ടക്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്യുവാണ്, അതായത് 0 ഡിഗ്രി. 0 ഡിഗ്രി മീൻസ് നമ്മളെ കണ്ടക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിൽ ആംഗിൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, പാരലായിട്ട് വരുവാണെങ്കിൽ നോക്കിക്കേ, 0 എന്ന് തുടങ്ങി മാക്സിമൈസ് ചെയ്തിട്ട് വീണ്ടും ഡയറക്ഷൻ മാറിയിട്ട് 0 നിന്ന് മാക്സിമത്തിലോട്ട് ആവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 5 സ്പെസിഫിക് പൊസിഷൻസ് ഉണ്ട്, അല്ലെ, ഇവിടെ 5 സ്പെസിഫിക് പൊസിഷൻസ് നമുക്കിവിടെ ഫിഗർ 6 കാണാം. These are intermediate points which occur during one complete revolution of coil position. അപ്പം ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആണ് ഈ കാണിക്കുന്നത്, അല്ലെ. ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്, BLV sin θ. അതായത് EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, BLV sin θ, അല്ലെ. B എന്ന് പറഞ്ഞാൽ ഫ്ലക്സ്, L ഈസ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, V ഈസ് ദ വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് E എന്ന് പറയുന്നത്, അതായത് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. ഇവിടെ നോക്കിക്കേ, BLV sin θ. നിങ്ങൾക്ക് sin θ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ 90 ആവാം, അല്ലെ. കണ്ടക്ടറും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് ഈ ഉദ്ദേശിക്കുന്നത്, തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ sin 90 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? sin 90 1 ആണ്, അല്ലെ. sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ നോക്കിക്കേ, BLV sin θ. sin 90 മീൻസ് അത് 1 ആണ്, അല്ലെ. അപ്പം EMF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും, അല്ലെ. കാരണം മാക്സിമം തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലേ, അല്ലെ. അപ്പൊ BLV എന്നാണ് നമ്മുടെ ഇന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ BLV ആയിട്ട് വരും. ഓക്കെ, BLV ആയി. ഇനി നോക്കിക്കേ, sin 0 ആണെങ്കിലോ, തീറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിലോ അവിടെ EMF എന്ന് പറയുന്നത് കാണോ? ഇല്ല, 0 ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് 90 ആയി, അല്ലെ. തീറ്റ എന്ന് പറയുന്നത് 90 ആയി. 90 ആയ സമയം നോക്കിക്കേ, തീറ്റ 90 ആയി കഴിഞ്ഞാൽ 1 ആവും, അല്ലെ. തീറ്റന്റെ വാല്യൂ sin തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആവും. 1 ആയി കഴിഞ്ഞാൽ അവിടെ മാക്സിമം EMF അല്ലേ. അങ്ങനെയാണ് ഇവിടെ മാക്സിമം EMF വന്നത്. ഇനി നോക്കിക്കേ, 0 ആയിരിക്കുകയാണ്, അതായത് നമ്മുടെ മൂവിങ് കണ്ടക്ടറിനും ആ മാഗ്നറ്റിക് ഫ്ലക്സിനും ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയി. അതായത് sin തീറ്റ എന്ന് പറയുന്നത് sin 0 ആയി. sin 0 മീൻസ് 0, അതായത് EMF എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി, അല്ലെ. 0. അങ്ങനെയാണ് ഈ ഗ്രാഫ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അറിയാന്നുള്ള കേസാണ്. ഓക്കെ, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഇനി എന്താണ് സൈക്കിൾ? 1 സൈക്കിൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വേവ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. ഇവിടെ നോക്കിക്കേ, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ.
ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും കാണും, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ഒരു സൈക്കിൾ എന്ന് നമുക്ക് പറയാം. ഡ്യൂറിംഗ് ദ ജനറേഷൻ ഓഫ് വൺ സൈക്കിൾ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ദർ ആർ 2 ചേഞ്ചസ്, അല്ലെങ്കിൽ 2 പൊളാരിറ്റി ഉണ്ട് അല്ലെ. ഒരു സൈക്കിളിൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ദീസ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഹാഫ്സ് ഓഫ് കംപ്ലീറ്റ് സൈക്കിൾ ഈസ് റെഫർഡ് ആസ് ആൾട്ടർനേഷൻ. അപ്പൊ ഈ ഒരു ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഹാഫ് സൈക്കിളിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേഷൻ. ഓക്കെ, ഓൾട്ടർനേഷൻ ആണ് ആ ടേം എന്ന് പറയുന്നത്. ചിലപ്പം എക്സാമിന് ചോദിക്കാം എന്താണ് അതിന്റെ നെയിം എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് ഓൾട്ടർനേഷൻ എന്നാണ് പറയുന്നത്. ദ ടേം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആർ യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ദ ഓൾട്ടർനേഷൻ ഫ്രം ഈച്ച് അതർ. അപ്പൊ പോസിറ്റീവ് ഓൾട്ടർനേഷൻ ഉണ്ട്, നെഗറ്റീവ് ഓൾട്ടർനേഷൻ ഉണ്ട്. ഓക്കെ, ഇത് കണ്ടോ, പോസിറ്റീവ് മേലെയുള്ളത് പോസിറ്റീവും താഴെയുള്ള നെഗറ്റീവ് ഓൾട്ടർനേഷൻ. അപ്പൊ ഒരു പോസിറ്റീവ് ഓൾട്ടർനേഷനും ഒരു നെഗറ്റീവ് ഓൾട്ടർനേഷനും ഉള്ളതാണ് നമ്മുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി എന്താണ് പീരീഡ്? ദ ടൈം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് കാൾഡ് പീരീഡ് ഓഫ് ദ വേവ്സ്. നമുക്കറിയാം ഇവിടുത്തെ ടൈം പീരീഡ് നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പീരീഡ് നിങ്ങൾക്ക് പറയാം എത്രയാ നമ്മുടെ ടൈം, 0 to 2.25. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പറയാം എത്രയാണ് ടൈം പീരീഡ്, 0.25 അല്ലെ. ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പീരീഡ് നോക്കിക്കേ, ഈ വേവ് ഫോമിന്റെ 0.25 അല്ലെ. അപ്പോൾ ഇതുപോലെ 2 സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ എത്ര എടുത്തു, 0.25 into 2 അല്ലേ, 5 കിട്ടിയില്ലേ, 0.5 കിട്ടിയില്ലേ, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ ഒരു സൈക്കിളിന്റെ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇത് എപ്പോൾ മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ, സിമ്മട്രിക്കൽ ആണെങ്കിൽ മാത്രമേ. ഇത് സിമ്മട്രിക്കൽ അല്ലേ, സിമ്മട്രിക്കൽ വേവ് ഫോമിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള സമയം നമുക്ക് ഇനി സ്പെഷ്യൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം 0 നിന്ന് തുടങ്ങിയിട്ട് 0.25 എത്തി നിൽക്കുവാണ്. അപ്പൊ നമുക്ക് പീരീഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഫ്രം എനി പോയിന്റ് ഓഫ് ഗിവൺ സൈക്കിൾ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് ഓഫ് നെക്സ്റ്റ് സൈക്കിൾ. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ളതാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വേവ് ഫോം തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പീരീഡ് സ്മൂത്ത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ഫ്രീക്വൻസി? പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള മെയിൻ റിലേഷൻ എന്താണ്? 1/t ആണ് അല്ലെ. ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി എന്ന 1/t എന്നാണ്. ദ ഫ്രീക്വൻസി ഓഫ് AC സൈൻ വേവ് ഇസ് ദ നമ്പർ ഓഫ് സൈക്കിൾ പ്രൊഡ്യൂസ് പെർ സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിൾസിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഹെർട്സ് ആണ്. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി എത്ര? സിസ്റ്റം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് അല്ലെ. അത് കൺട്രീസ് മാറുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി മാറും. ഓക്കെ, ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു AC വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു AC വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 3.1 എന്ന് പറയുന്ന വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എത്രയാണ്? 1 മൈക്രോ സെക്കൻഡ് അല്ലേ. ഇത് മൈക്രോ സെക്കൻഡ്സിലാണ്. അപ്പോൾ 3.1 എന്ന് പറയുന്ന വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1 മൈക്രോ സെക്കൻഡ് ആണ്. അതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം 3.1 വോൾട്ട് ആണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിന്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിനുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ 7.07 എന്ന് പറയുന്ന വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് ഏതാ? 2.5 മൈക്രോ സെക്കൻഡ്. അപ്പോൾ അതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് AC വോൾട്ടേജും കറണ്ട് വാല്യൂസ് വരുന്നത്? Since the value of sine or of voltage or current continuously changes, one must be specific while referring to the describing values of the waveform. There are several ways to expressing the value of sine wave. അപ്പം നമ്മുടെ സൈൻ വേവിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ധാരാളം വേസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ധാരാളം ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. പീക്ക് ടു പീക്ക് വാല്യൂ എന്താണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ എന്താണ്, ഫോം ഫാക്ടർ എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, അങ്ങനെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, നമ്മളപ്പോ പീക്ക് വാല്യൂ റെഫേഴ്സ് ടു ദ മാക്സിമം വോൾട്ടേജ് ഓർ കറണ്ട് വാല്യൂ ആണ് പീക്ക് വാല്യൂ. പീക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ മാക്സിമം വാല്യൂ അല്ലേ. അതായത് ഈ ഒരു വേവ് ഫോമിന്റെ മാക്സിമം വാല്യൂ 5 വോൾട്ട് ആണെങ്കിലേ ഇതിന്റെ പീക്ക് വാല്യൂ എത്രയാണ്?
5 വോൾട്ട് ആണ് അല്ലേ? അതാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ജനറലി നമ്മൾ VM അല്ലെങ്കിൽ IM എന്നൊക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ വാല്യൂവിൽ നിന്ന് ടോട്ടൽ ഓവറോൾ വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ആണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി പീക്ക് ടു പീക്ക് വാല്യൂ ആണെങ്കിൽ നോക്കിക്കേ, the peak to peak value of the sine wave refers to the total overall value from the peak to other. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീക്ക് ടു പീക്ക് വാല്യൂ ഇതാ. അപ്പോൾ peak to peak value of the sine wave is referred as the total overall value from one peak to other. ഒരു പീക്കിൽ നിന്ന് മറ്റൊരു പീക്കിലോട്ട് പോകുമ്പോൾ റെഫർ ചെയ്യുന്ന വാല്യൂ ആണ് പീക്ക് ടു പീക്ക് വാല്യൂ. അതായത് രണ്ട് പീക്കുകൾക്കിടയിലുള്ള വാല്യൂ ആണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പീക്ക് വാല്യൂവിന്റെ 2 ടൈംസ് ആയിരിക്കും നമ്മുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 5 ആണ്, ഇവിടത്തെയും 5 ആണ് അല്ലെ? അപ്പോ ഈ 2 ടൈംസ് ഓഫ് ദ പീക്ക് വാല്യൂ, അതായത് 2 into 5 അല്ലെ? അതാണ് നമ്മുടെ പീക്ക് വാല്യൂ, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി എഫക്റ്റീവ് വാല്യൂ, ഈ എഫക്റ്റീവ് വാല്യൂവിനെ നമ്മൾ RMS വാല്യൂ എന്നൊക്കെ പറയും. ഓക്കെ, the effective value of the alternating current is the value which produce the same heating effect as specified value of the steady state direct current. അപ്പം ഇതാണ് എഫക്റ്റീവ് വാല്യൂവിന്റെ ഡെഫിനിഷൻ. ഇങ്ങനെ ഡെഫിനിഷൻ തന്നിട്ട് നമ്മൾ ചോദിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറയണം എഫക്റ്റീവ് വാല്യൂവിന്റെ ഡെഫിനിഷൻ ആണ് ഇതെന്ന് പറയണം. അല്ലെങ്കിൽ an alternating current has the effective value of 1 ampere. It produce heat at the same rate heat produced by 1 ampere of direct current. എന്ന് വെച്ചാൽ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ എഫക്റ്റീവ് വാല്യൂ 1 ആംപിയർ എന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം അവിടെ 1 ആംപിയർ ഡയറക്റ്റ് കറണ്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, ബോത്ത് ഫ്ലോയിങ് ഇൻ ദ സെയിം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പം സെയിം വാല്യൂ ഓഫ് റെസിസ്റ്റൻസിലാണ് ബോത്ത് ഫ്ലോ ചെയ്യുന്നതെന്നുള്ള പറയുക. അനദർ നെയിം ഫോർ ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റർ ഓർ ദ വോൾട്ടേജ് ഈസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അതായത് RMS വാല്യൂ നിന്ന് ഈ ഒരു വാല്യൂ ചോദിച്ചാൽ സെയിം ആണെന്ന് പറയുക. ഓക്കെ, എഫക്റ്റീവ് വാല്യൂവിന്റെ വേറൊരു പേര് ചോദിക്കാൻ ചിലപ്പം RMS വാല്യൂ ആണെന്ന് എടുത്തെഴുതാൻ ചിലപ്പം ചോദിക്കാം. ദിസ് ടേം വാസ് ഡിറൈവ്ഡ് ഫ്രം ദ മെത്തേഡ് യൂസ്ഡ് ടു കമ്പ്യൂട്ട് ദ വാല്യൂ. അപ്പോൾ ഈ ഒരു RMS എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതും പറയുന്നുണ്ട്. ദ RMS ഈസ് കാൽക്കുലേറ്റഡ് as follows. ഇവിടെ നോക്കിക്കേ, RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. എന്ന് വെച്ചാൽ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഓരോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് തന്നിട്ടുണ്ട്. I1, I2 അങ്ങനെ എത്ര തന്നിട്ടുണ്ട്? 20 കറണ്ട് തന്നിട്ടുണ്ട് അല്ലെ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ എടുത്തിട്ട് സം ചെയ്തിരിക്കണം അല്ലെ? സ്ക്വയർ എടുത്തിരിക്കുകയല്ലേ? അതായത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ പ്ലസ് അങ്ങനെ 20 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഇൻസ്റ്റന്റ് വാല്യൂസ് ഉണ്ട്. ഇതെല്ലാം കൂടെ സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്തു? സം ചെയ്തിട്ട് അതിന്റെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ഓഫ് സ്ക്വയർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കിട്ടി. RMS is calculated follow the instantaneous value of one cycle is selected for equal period of time. അപ്പൊ ഈക്വൽ പീരീഡ് ഓഫ് ടൈമിൽ നമ്മളെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈച്ച് വാല്യൂ ഈസ് സ്ക്വയർഡ്. എന്നിട്ട് ഈ ഓരോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിന് എന്ത് ചെയ്തു? അവർ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആവറേജ് സ്ക്വയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അത്രയും വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദ സ്ക്വയർ ഓഫ് റൂട്ട് ഓഫ് ദിസ് RMS വാല്യൂ. By using this method, it can be proved that the effective value of sine wave of current is always equal to this time of peak value. എന്ന് വെച്ചാൽ RMS വാല്യൂവിന്റെ ഇക്വേഷൻ ആണ് പറയുന്നത്. ഉദാഹരണത്തിന് VRMS ചോദിച്ചു കഴിഞ്ഞാൽ VM/√2, അതായത് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ 2 ആണേ. വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് കിട്ടും. സിമിലർലി നിങ്ങൾക്ക് കറണ്ടിന്റെ RMS കണ്ടുപിടിക്കാം, Im/√2. ഓക്കെ, കറണ്ടിന്റെ മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? IRMS കിട്ടും. അതായത് 1/√2 എന്ന് പറയുന്ന സാധനമാണ് ഈ 0.707 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതി കൂടെ, IRMS is equal to IM into 0.707. അതായത് നമ്മളെ 1/√2ന്റെ വാല്യൂ ആണ് ഈ 0.707 എന്ന് പറയുന്നത്. അപ്പൊ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സബ്സ്ക്രിപ്റ്റ്, അതായത് IM എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് അല്ലെങ്കിൽ VM എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ RMS ആയി.